സഹോദരങ്ങളെ, ഞാൻ ഇന്ന് എൻ്റെ കയ്യിൽ നിന്നൊന്നും എടുക്കാതെ ന്യൂസ് പേപ്പറിൽ കണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ജനസാഗരമായി ജ്ഞാനായ മഹാസഭാ സംഗമം കേരളത്തിലേക്ക് വർഗീയത ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കത്തില്ല മുഖ്യമന്ത്രി. അതിനെക്കുറിച്ച് തന്നെ ആദ്യം പറയാം. വർഗീയത മുഴുവൻ ഉണ്ടാകുന്നത് കേരളത്തിൽ തന്നെയാണ്. പിന്നെ ഇനി എവിടെ നിന്ന് ഇറക്കുമതി ചെയ്യാനാണ്? ബംഗ്ലാദേശിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ? പാകിസ്ഥാൻ്റെ ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ബംഗ്ലാദേശികൾ ആവശ്യങ്ങളുണ്ടല്ലോ. ഇനി വർഗീയത എന്ന് പറയുന്നത് ആരുടേതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കേരളത്തിലുള്ളത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി മതങ്ങളാണ്. ഇനി അതിനെക്കുറിച്ച് ബാക്കി പറയാം. കത്തോലിക്ക സഭ സമുദായ താല്പര്യം സംരക്ഷിക്കുന്നവർക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത സംഘടിപ്പിച്ച സീറോ മലബാർ സഭ സമുദായ ശാക്തീകരണ വർഷ ഉദ്ഘാടന സമ്മേളന ചടങ്ങിലെ ന്യൂനപക്ഷ ക്ഷേമ വർക്ക് മുഖ്യമന്ത്രി ഏറ്റെടുക്കണം. കാരണം കത്തോലിക്ക സഭയ്ക്കറിയാമല്ലോ, അതായത് എവിടെ അനീതി ഉണ്ടോ അത് ന്യായീകരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ 10 വർഷം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കത്തോലിക്ക സഭയ്ക്ക് വളരെ സന്തോഷമാണ്. അതാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി 10 വർഷമായിട്ട് ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്നിട്ട് നിങ്ങൾക്ക് ഈ ന്യൂസൊന്നും കാണുന്നില്ലേ? കോടതിയിൽ പോകുന്ന കേസുകളും അതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും നിങ്ങൾ അറിയില്ലയോ? മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ കേസുണ്ട്, മുഖ്യമന്ത്രിയുടെ പേരിൽ കേസുണ്ട്. അതെല്ലാം അങ്ങ് നീട്ടി പോവാ. നീട്ടി അവരുടെ മരണം വരെ ആ കേസിൽ തീർപ്പ് വരത്തില്ല. കാരണം കേന്ദ്രം സപ്പോർട്ടുണ്ട്. ഇല്ലെങ്കിൽ കേന്ദ്രം പറയട്ടെ, ഞാൻ നരേന്ദ്രമോദി സപ്പോർട്ടുണ്ട്, മറ്റ് മന്ത്രിമാരുമുണ്ട്. അപ്പോൾ പിന്നെ ഇതെല്ലാം പോവും. ഇനിയിപ്പം സമുദായം, ഞാൻ ചോദിക്കുന്നത് സമുദായങ്ങളോട് നിങ്ങളുടെ ജോലി എന്താ? നിങ്ങളുടെ ജോലി ഒരു ഹിന്ദു അല്ലെ ക്രിസ്ത്യൻ അല്ലെ മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ അവരുടെ ഗുരു, അവരുടെ ദൈവത്തെ ആരാധിച്ച് ജീവിക്കുക, അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞതനുസരിച്ച് വിശ്വാസികളെ മുന്നോട്ട് നയിക്കുക. അതിന് പകരം അവരെ വഴക്ക് അടിയും പിടിയും കൊല്ലും കൊലയും നടത്താനായിട്ട് മുന്നോട്ടിറക്കി വിടുന്ന സിസ്റ്റമായി ഇപ്പോഴത്തേത്. നിങ്ങളുടെ കാര്യം ശരിയായിട്ട് ചെയ്താൽ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു വർഗീയ ശക്തി വേറെയോ വന്ന് നിങ്ങളെ ഉപദ്രവിക്കത്തില്ല. ക്രിസ്ത്യാനികൾ കടന്ന് വീളിച്ചു പോവുക. ഓർത്തഡോക്സ് സഭയിലെ ക്രിസ്തുമസിൻ്റെ കരോള് മറിച്ചത് എല്ലാം ഇത് ചെയ്തു. ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു. അതായത് ഇപ്പം നിങ്ങൾ ഓരോ പള്ളികളിൽ എത്ര പെരുന്നാൾ ആഘോഷിക്കുന്നു. ഒരു കല്ലെടുത്ത് അങ്ങോട്ട് വെച്ചാൽ ഉടനെ പെരുന്നാളാണ്, അതിനുടനെ റാസയാണ്. അത് വേറെ ദൂരെ നിന്നുണ്ടെങ്കിലും ഒരു 1 കിലോമീറ്റർ ദൂരെ നിന്നുള്ള റാസയുണ്ട്. എന്തിനാ? പണം പിടുങ്ങാനായിട്ട് വിശ്വാസികൾ ഇറങ്ങും. ഈ റാസയെ തടയുകയും പിടിച്ചോണ്ട് ഓരോ നെറ്റുവാസമുണ്ടാവും. ആ തളിയെ കാശിലായിരിക്കുന്ന കുത്തല്ല, നാണക്കേട. പാവം പഠിച്ച വാർത്തപ്പട്ടിരിക്കാരും കാശിടും, അവിടെ കൈമുത്തും. അവിടെ കൈമുത്തും. നിനക്ക് എന്തോ കിട്ടി? ഞാൻ ഈ റാസയിൽ കൈമുത്തുവനോട് ചോദിക്കാം, ആ കൈമുത്തുന്നതിൽ എന്ത് കിട്ടി? ആരുടെ പെരുന്നാൾ ആഘോഷിക്കുന്നത്?
എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ദേവാലയത്തിൽ പോയി ഈ കള്ളന്മാരെ അടിച്ചിറക്കിയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും. ഇപ്പം അതിന് സമയം കിട്ടത്തില്ല. പുരോഹിത വർഗം പെണ്ണുങ്ങളെ ഇരുത്തങ്ങ് അങ്ങ് അങ്ങ് പഠിപ്പിച്ച് ഇനി അവർ ഏത് നിലയിൽ എത്തിച്ചേരുമെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ പ്രതിഫലനമാണ് കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ വരുന്നത്. പുരോഹിതവർക്കും അത് ആഗ്രഹിക്കുന്നത്. ഇനി ചെന്ന് രമ്യതപ്പെടുത്താൻ പോയി എല്ലാ കാര്യങ്ങളും ഭംഗളമായി അവർ നടത്തിത്തരും. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഈ സമുദായങ്ങൾക്ക് രാഷ്ട്രീയത്തോട് എന്താണ് ബന്ധം? എന്തിനു വേണ്ടി രാഷ്ട്രീയത്തിന് പോകുന്നു? ഈ സമുദായങ്ങൾ രാഷ്ട്രീയത്തിന് പുറകെ പോകുന്നത് അവരുടെ സമുദായങ്ങളുടെ അതിക്രമവും കൊടതാഴിയും രാഷ്ട്രീയ പാർട്ടികൾ അന്വേഷിക്കരുത്. രാഷ്ട്രീയ പാർട്ടികൾ ഇവർക്ക് ഉറപ്പ് കൊടുക്കും. ഇവരുടെ പുറകവും ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. ഞങ്ങൾ വോട്ട് ചെയ്തേനെ, രണ്ട് കൂട്ടരും കൂടെ വീതിച്ചെടുക്കുക. എല്ലാം സാധാരണക്കാരൻ വഴിനീളെ കിടക്കുന്ന കാണും ഇനി ഒരു സമയത്ത്. അപ്പോഴും വലിയ ലൈറ്റും വെച്ച് കടയിൽ നേതാക്കന്മാരും മതനേതാക്കന്മാരും ചീറിപ്പാഞ്ഞു പോവും. അവർക്ക് ഒരുപാട് കാര്യങ്ങളല്ലേ, ഇവിടുത്തെ കാര്യം അവിടുത്തെ കാര്യം എല്ലാം ചെയ്യാനായിട്ട്. അപ്പോഴും വഴികൾ വക്കിൽ പട്ടിണി കിടക്കുന്ന ആ മനുഷ്യനെ ഒന്ന് നോക്കാൻ ഈ ദരിദ്രവാസികൾക്ക് മനസ്സുണ്ടാകത്തില്ല. ഞാൻ ഓർത്തോസഭയോട് പറയാണ്, ഞാൻ വിശന്നിരുന്നപ്പോൾ നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നു, ഞാൻ ദാഹിച്ചിരുന്നപ്പോൾ എനിക്ക് നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നപ്പോൾ നിങ്ങളെനിക്ക് ധരിക്കാൻ വസ്ത്രം തന്നു, ഞാൻ രോഗിയായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ വന്നു കണ്ടു. അപ്പോൾ അവർ ചോദിച്ചു, കർത്താവ് ഈ സമയത്ത്? അപ്പോഴാണ് പറഞ്ഞത്, ഈ ഒരു ചെറിയവരിൽ ഒരുത്തൻ നീ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തത് അതെനിക്കതാകുന്നു. അതിൻ്റെ അർത്ഥം, മക്കളെ ദാഹിച്ചും വിശന്നു വിരിക്കുന്ന മനുഷ്യനെ കണ്ടാൽ അവനൊരു പിടിച്ചോറ് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക. അതാണ് ദൈവത്തിന് ഇഷ്ടം. അത് നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നതാകുന്നു. അതവിടെ പറഞ്ഞത്. നിങ്ങളോട് ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് സ്ഥാനത്തിരിക്കാം, മറ്റിടത്തിരിക്കാം. ഇവരെ ഈ ഇലക്ഷന് ജയിച്ചെന്ന് പറഞ്ഞാൽ അവരെ പിടിച്ച് ദേവലോകത്ത് കൊണ്ടുപോയി സ്വീകരണം കൊടുത്ത് എല്ലാം കൊടുത്ത് എന്തോ ഞങ്ങൾ രാഷ്ട്രീയത്തിലൊന്നും ഇടപെടത്തില്ല. അവർ ഇങ്ങോട്ട് വന്ന് എന്തോ ചെയ്യും? ഇന്ന് നമുക്ക് കാണാം, നമ്മുടെ കണ്ണൊക്കെ കുരുടായിരിക്കുകയാണോ? എത്രയോ ജനങ്ങൾ ഈ ഇന്നത്തെ പേപ്പറിലുണ്ട് അതിനെക്കുറിച്ച്. എത്രയോ ആൾക്കാർ ഒരു നദിയുടെ കരയിൽ വെയിലും മഴയും കൊണ്ട് പ്രായം ചെന്ന് എല്ലാം കൂടെ കിടന്ന് അവർക്ക് പട്ടയം കൊടുക്കാമെന്ന് പറഞ്ഞ് പട്ടയം കൊടുക്കാനായിട്ട് എല്ലാം ഏർപ്പാട് ചെയ്ത് വന്ന ആ കളക്ടറെ ഉടനെ മാറ്റി. എന്താ ഇതാ മക്കളെ ജീവിതം? നിങ്ങൾ ആരും ചിന്തിക്കണ്ട. ഈ മതങ്ങളൊന്നും ആരെയും സംരക്ഷിക്കത്തില്ല. അത് നിങ്ങൾ ഓർത്തു. രാഷ്ട്രീയക്കാരെല്ലാം അവരുടെ കീശ നിർത്തി അവിടെ ഇവിടെ എല്ലാം കീശ കൊള്ളാത്ത അവിടെ ഇവിടെ എല്ലാം കൊണ്ടിട്ടിരിക്കുക. ഇതാരെങ്കിലും അന്വേഷിക്കുമോ? ഇല്ല. കാരണം കേന്ദ്രം അന്വേഷിക്കണം. കേന്ദ്രം അന്വേഷിക്കണമെങ്കിൽ കേന്ദ്രം ചെയ്യുന്ന അനീതി അതിക്രമവും ആദ്യം അന്വേഷിക്കേണ്ടി വരും. ആൾക്കാർ ചോദ്യം ചെയ്യും. ചന്ദ്രശേഖർ കേരളത്തിൽ വന്നു, എവിടുന്നാണ് വന്നത്?
ആ മനുഷ്യൻ നേരത്തെ ഇരുന്ന സ്ഥലത്തുണ്ടായ സംഭവം എന്താണെന്ന് ചന്ദ്രശേഖരൻ ഒന്ന് തുറന്നു പറയാമോ? ഇപ്പം ഇവിടെ നല്ലവനായിട്ട് വന്നിരിക്കുക എന്തിനാ? കേരളത്തെ മൂടിക്കാനായിട്ട്. അല്പസമാധാനം എവിടെങ്കിലും ഉണ്ട്, അതെങ്കിലും എടുത്തു കളഞ്ഞിട്ട് വടക്കേ ഇന്ത്യയിൽ നടന്നു പോലുള്ള സംഭവങ്ങൾ ഇവിടെ നടത്താനായിട്ടാണ് ഇപ്പോൾ BJP വരുന്നത്. ഒന്ന്, ആം ആദ്മി പാർട്ടിയെ നശിപ്പിച്ച മുഴുവൻ BJPയാണ്. കാരണം ആം ആദ്മി പാർട്ടി ഡൽഹിയിലും പഞ്ചാബിലുമെല്ലാം നല്ല നല്ല ഭരണം കാഴ്ചവെച്ചു എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേ. ലക്ഷങ്ങളുടെ ചികിത്സയാ ഫ്രീയെ. ഒരു ഹോസ്പിറ്റലിൽ ഒത്തിരി അടുത്ത ഹോസ്പിറ്റലിൽ പോയി ചികിത്സ കൊടുക്കുക. ബസ്സിൽ ഫ്രീയെ. ഇപ്പൊ ഡൽഹിയിലെ കേജ്രിവാൾ ഭരണത്തിൽ വന്നതിന് ശേഷം എത്രായിരം കോടി കടവുണ്ടായിരുന്നു വീട്ടിൽ. പഞ്ചാബിൽ ഇപ്പം ഒരു കടവുമില്ല. എവിടെ പോയി ഈ കടവെല്ലാം? കള്ളന്മാരും കൊള്ളക്കാരും വീരിച്ചെടുത്ത കാശായി കടമായി വന്നത്. ആം ആദ്മി പാർട്ടി അത് ചെയ്തിട്ടില്ല. അതിനാണ് ആം ആദ്മി പാർട്ടിയെ പിടിച്ചെല്ലാം ജയിലിട്ട നരേന്ദ്രമോദി. ഒരു കാര്യം, കേന്ദ്രത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഏജൻസികളെല്ലാം കേന്ദ്രം പറഞ്ഞേ കേൾക്കത്തുള്ളൂ. ഇല്ല എങ്കിൽ ഞാൻ അതിനുള്ള ഉദാഹരണം പറഞ്ഞുതരാം. അത് നിങ്ങളൊന്നും ഇത് കാണത്തില്ല. നിങ്ങളൊക്കെ സ്വാർത്ഥരാണ്. നിങ്ങളൊന്നും കാണത്തില്ല, കാണേണ്ട ആവശ്യമില്ല. അവരവിടെ കിടന്നടിക്കട്ടെ, ഞാൻ സുഖമായി ഇവിടെ ഇരിക്കുന്നു. പക്ഷെങ്കിൽ നിങ്ങൾ 10 പേര് ഇവിടെ സുഖമായിരിക്കുമ്പോൾ 1000 പേര് അവിടെ ഇവിടെ പട്ടിണി കിടക്കുക. നിങ്ങൾ ഓർത്തോണം. നിങ്ങളുടെ സഭയും രാഷ്ട്രീയവും. ഓർത്തോ സഭയോട് ഞാൻ പറയുന്നില്ല. ആ കള്ളൻ കാതോലിക്കാരയിൽ എത്ര കോടി രൂപയുണ്ട്. അദ്ദേഹം പരുമലപ്പള്ളിയിൽ കുർബാന ചൊല്ലുന്ന ദിവസം തന്നെ, അതായത് പരുമല തിരുമേനിയുടെ പെരുന്നാളിന് കുർബാന ചൊല്ലുന്ന ദിവസം തന്നെ ചെങ്ങന്നൂർ ബദേൽ അരമനപ്പള്ളി എന്ന് പറഞ്ഞ പരുമല കൊച്ചു തിരുമേനി സ്ഥാപിച്ച ദേവാലയമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെയും അവർ തിരുമേനിയുടെ പെരുന്നാൾ ആഘോഷിക്കും. അവിടെ ഈ കള്ളം കാതോലിക്കായ കുർബാനയ്ക്ക് ക്ഷണിച്ചു. അവനും കൈമടക്ക് കൊടുക്കേണ്ടി വന്നു. മനസ്സിലാക്കിക്കൂ. ഇവനാണ് ആത്മീയ പ്രവർത്തനം. ഇവൻ്റെയൊക്കെ ഒടുക്കത്തെ ഇതെവിടെ കൊണ്ട് വെക്കാനാ? നീ കല്യാണം കഴിച്ചിട്ടില്ല. ഈ കാശെല്ലാം കൂടെ എവിടെ കൊണ്ടുവന്നിയേ? എല്ലാം ഈ വടക്കേ ഇന്ത്യയിലൊരു ജഡ്ജി ചാക്കിനകത്ത് കെട്ടി വെച്ച പോലെ എല്ലാം കെട്ടി അവിടെ ഇവിടെയും പുറത്ത് കാണിക്കാനൊക്കെ തരില്ലോ. അവിടെ ഇവിടെയും വെച്ചേക്കും. പേരിന് എന്തെങ്കിലും ചാരിറ്റി നടത്തും. നീയൊക്കെ ഒരു കാലത്ത് അനുഭവിക്കും. ഗുണം പിടിക്കാത്ത യാക്കോബ ഓർത്തോ സഭയിലെ മെത്രാനെ നിനക്ക് കൂട്ടർ ഉമ്മനോ മറ്റവനോ ഒക്കെ ഉണ്ട്. ആമയിലും ഒക്കെ ഉണ്ട്. ആമയിൽ ഇനിയും വരും എൻ്റെ മുന്നിൽ. ഞാനത് പിടിച്ചു വച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചതും ഞാൻ പറഞ്ഞതും എന്നോട് പറഞ്ഞതുമായ കാര്യങ്ങൾ അമ്മയിൽ ഓർമ്മ കാണത്തില്ല. കാരണം അവൻ്റെ കാര്യം, അവനെ കാതോലിക്ക ഇങ്ങോട്ട് വിട്ട് എന്തിനാന്നുള്ളത് അത് പൂർത്തീകരിക്കുക അവൻ്റെ കടമ. പള്ളി പോയാൽ പള്ളി ഇടിഞ്ഞു പോട്ടെ. ചോർച്ച വന്നാൽ എന്താ? പുതുക്കിപ്പണിയും. ആര്? വിശ്വാസികൾ. ഈ പുരോഹിതവർഗം ഈ ലോകത്തുണ്ടായിട്ട് ഏതെങ്കിലും ഒരു പള്ളി
ഈ പുരോഹിത വർഗത്തിൻ്റെ പോക്കറ്റിലെ കാശുകൊണ്ട് പണിതിട്ടുണ്ടോ? ഇല്ല, പണിയത്തില്ല. പക്ഷേ ഞാനിപ്പോൾ ഇത്ര പറയുന്നുള്ളൂ. ഏതായാലും കൊള്ള മക്കളെ, നമ്മൾ മനുഷ്യർ മനസ്സിലാക്കണം ഓരോ കാര്യങ്ങളും. ഈ ഫാദർ അമലിനെ അറിയാത്തവരാരും ഇല്ല. ഒരു ശവസംസ്കാരം സൂക്ഷിച്ച കല്ലറ ശവം അടക്കി വെച്ച് ഫാദർ അമൽ ഇങ്ങോട്ട് വരുമ്പം ഒരു കിളവ് ഇങ്ങോട്ട് വന്ന് കെട്ടിയൊക്കെ പിടിച്ച് കയ്യേലോട്ട് അവർക്ക് എന്താ പറയാനുള്ളത്? ഈ പബ്ലിക്കിൻ്റെ മുന്നിൽ എന്താ കുശലം പറയാനുള്ളത്? ഇന്ന് ആരെന്നില്ല, എന്തെന്നില്ല, ഒരു മര്യാദയില്ല. നടക്കട്ടെ, എല്ലാം നടക്കട്ടെ. ദൈവം നിശ്ചയിച്ച പോലെ നടക്കട്ടുള്ളൂ. കാതോലിക്കല്ല, നമ്മുടെ SNDP യോഗം വെള്ളാപ്പള്ളി നടേശനല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, നരേന്ദ്രമോദിയല്ല. ആര് നിശ്ചയിച്ചാലും നടക്കുന്നത് ദൈവം നിശ്ചയിച്ചത്. നിങ്ങളത് മനസ്സിലാക്കേണ്ടത്. ബൈബിൾ എത്രയോ വർഷം മുമ്പ് എഴുതിയിട്ടുള്ള ചൈനയിൽ നിന്നുള്ള സിൽക്ക് പാത, അതൊക്കെ നിങ്ങൾ ഏത് ഗ്രന്ഥത്തിലുണ്ട്? നിങ്ങളുടെ മുസ്ലിമിൻ്റെ ഹിന്ദുവിൻ്റെ ഗ്രന്ഥത്തിലുണ്ടോ സിൽക്ക് പാത? ചൈനയിൽ നിന്നുള്ള സിൽക്ക് പാത പണി തീർന്നുകൊണ്ടിരിക്കുക അന്തിമ യുദ്ധത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവർ മനസ്സിലാക്കുകയും, ഇല്ല എങ്കിൽ വേണ്ട.